അപ്പളേ ടെൻഷൻ അടിക്കണ്ട. മെയ് 18-ാം തീയതിയാണ് നമ്മുടെ റിസൾട്ട് വരാൻ വേണ്ടി പോകുന്നത്. അതായത് 15 ദിവസം ബാക്കി. 15 ദിവസം കഴിഞ്ഞാല് നമ്മളെ റിസൾട്ട് വരും ചങ്ങായിമാരെ. എന്താ ചെയ്യാ അല്ലേ? എന്താ ചെയ്യാ? വല്ല പ്ലാൻ ഉണ്ടോ ചങ്ങായിമാരെ? നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക്? കുറെ ആളുകൾ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്നുണ്ട്, പക്ഷെ ഒരു പ്ലാനും ആയിട്ടില്ല. എന്താ ചെയ്യേണ്ടെന്നൊരു ഐഡിയയും കിട്ടുന്നില്ല അല്ലേ? ഒട്ടും ടെൻഷൻ അടിക്കണടാ. നീറ്റും കീമൊക്കെ ഇന്ന് ഒരുപാട് കുട്ടികളുണ്ട്, അവർക്ക് അതിൻ്റെതായ ഹറിബറിയിലാണ്. അതൊന്നും ഇല്ലാത്ത കുറെ ആളുകളുണ്ട്. ഒമാൻറ്റിക്സും കൊമേഴ്സും അല്ലെ, അതായത് ഹ്യൂമാനിറ്റീസ് കൊമേഴ്സും ഒക്കെ എടുത്തുകൊണ്ട് അല്ലെ നമ്മൾ ലോകത്ത് വലിയ വലിയ വിപ്ലവങ്ങളൊക്കെ സൃഷ്ടിക്കണം എന്നൊക്കെ മൈൻഡിലൊക്കെ ഇട്ടിട്ട് മറ്റേ ജഗതി കാണിക്കണ മാതിരി യെസ് പ്രതികാരം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത്, അല്ലെങ്കിൽ വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് ആവാം അല്ലേ, ഇങ്ങനെ മൂഡിലൊക്കെ നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. ടെൻഷൻ അടിക്കണ്ട. നമുക്ക് 15 ദിവസം കഴിഞ്ഞ് 16-ാമത്തെ ഒരു ദിവസം ഉണ്ട്. അത് നമ്മളെ ദിവസമാണ്. റിസൾട്ട് എടാ കുറെ ആളുകളുണ്ടോ. ഞാൻ എപ്പോഴും പറയട്ടോ, ഒരു 10% ആളുകൾ ശ്രദ്ധിച്ച് വെറുതെ കേട്ടോട്ടാ, 10% ആളുകൾ കരുതുണ്ടാവും ആ റിസൾട്ട് വരച്ചേ എനിക്ക് ഫുള്ളാവും അങ്ങനെ പറയുന്ന ആളുകളുണ്ടാവും. ഒരു വളരെ ഹാപ്പി ആയിക്കാരം. ഒരു പ്രീ ഹാപ്പി ആളുകളാണ്. പ്രീ ഹാപ്പി, ഒരു മുന്നേ ഹാപ്പി ആയിരിക്കും അല്ലേ. എന്നാലും ശ്രദ്ധിച്ച് കേട്ടോ കേട്ടോ, 10% ആളുകൾ എങ്ങനെയാണെന്നറിയോ, എന്ത് വന്നാലും കുഴപ്പമില്ല, തോറ്റ അറിയില്ലേ, ജയിച്ച അല്ലേ, ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും അല്ലേ. അതായത് ഒരു റെഡി ടു ഫേസ് എവരിതിങ് അല്ലെ, ഒരു എല്ലാം ഫേസ് ചെയ്യാൻ എന്താണ് റെഡിയാണ്. എന്നാലോ ഒരു 80% ആളുകൾ എന്താ അറിയോ, ഇത് പേടിച്ചു നിൽക്കുകയാണ്. എന്തിനാ ഒരു പേടിച്ചിരിക്കുക? ഒരു ഐഡിയ ഇല്ല. ഫിയർ, ഇത് ഫേസ് ആണ്, ഇത് ഫിയർ ആണ് അല്ലെ. മറ്റൊരു ഫേസ് ചെയ്യാനായിട്ട് ഇവിടെ പേടിച്ചിരിക്കുകയാണ്. എന്തിനാണ് ഈ പേടിച്ചിരിക്കുന്നത്? റിസൾട്ട് വരട്ടെ. നമ്മൾ വർക്ക് ചെയ്തു, നമ്മൾ പഠിച്ചു അല്ലേ. ഇപ്പോഴാണ് ഇച്ചിരിയോടെ പഠിച്ചാൽ മതി, പിന്നെ ഈ പേടിന്റെ ആവശ്യമില്ലായിരുന്നു. പോട്ടറാ അല്ലേ. മറ്റേ ആരോ എന്തോ പറഞ്ഞ പോലെ കൈ വിട്ടു പോയില്ലേ, ഇനി എടുക്കാൻ പറ്റൂലല്ലോ. എക്സാമ്പിൾ ഒക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ. അപ്പോ കഴിഞ്ഞു. ഇനി നമുക്ക് റിവാലുവേഷൻ ഉണ്ട്, അതിനൊക്കെ കൊടുക്കുക. പക്ഷേ നിങ്ങൾ ഇപ്പോഴും, ഞാൻ +2 പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഒരു ബോധത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾ കണ്ടേ പറ്റൂ. ശ്രദ്ധിച്ച് കേട്ടോ, ഞാൻ ഇടുന്ന അടുത്ത വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, കാണുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്. സീ യു ദർ.